നമസ്കാരം മക്കളെ, നമുക്ക് പഠിക്കാം. 21ാമത്തെ പാഠമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഈ പാഠത്തിലും നമ്മൾ കുറച്ച് വാചകങ്ങളാണ് എഴുതി പഠിക്കാൻ പോകുന്നത്. നമുക്ക് പഠിക്കാം. ആദ്യം എഴുതുന്ന വാചകം വാചകം വായിക്കാം. വാചകം വായിക്കാം. ആദ്യം വാചകം എന്നാണ് എഴുതുന്നത്. വാചകം വാചകം വായിക്കാം. കുറച്ച് നീക്കിയിട്ട് എഴുതി വായിക്കാം. കാ കൂട്ടക്ഷരം എഴുതണം അല്ലേ? കാ ഉറച്ച് കേൾക്കുന്നില്ലേ? കാ കൂട്ടക്ഷരം എഴുതി വായിക്കാ എന്നെഴുതിയിട്ട് അമ്മിൻ്റെ ചിഹ്നം ഇടണം. വായിക്കാം. വാചകം വായിക്കാം. അടുത്ത് നമ്മൾ എഴുതാൻ പോകുന്ന വാചകമാണ് വലിയ പാറയാണിത്. വലിയ എന്നാണ് ആദ്യത്തെ എഴുതുന്ന വാക്ക്. ലാ എഴുതിയിട്ട് ഈടെ ചിഹ്നം. വലിയ. യാ എഴുതാം. വലിയ പാറയാണിത്. കുറച്ച് നീക്കണം. അതിനുശേഷം നമ്മൾ പാറയാണിത് എന്ന് എഴുതാൻ പോകുന്ന ണിത്ത് നാ എഴുതിയിട്ട് ഇടചിഹ്നം വേണം. നാ എഴുതിയിട്ട് ഇടചിഹ്നം ഇട്ടു. അതിനുശേഷം താ എഴുതിയിട്ട് ചന്ദ്രക്കലയും ഇട്ടു. പാറയാണിത്. വലിയ പാറയാണിത്. അടുത്ത് നമ്മൾ പഠിക്കുന്ന വാചകം വലിയ മരം മലയിലാണ്. ആദ്യം എഴുതി വലിയ. ലാ എഴുതിയിട്ട് ഈടെ ചിഹ്നം. വലിയ മരം. മരം. എവിടെയാണ്? മലയിലാണ്. എഴുതി. ലാ എഴുതി. മലയിലാണ്. യാ എഴുതിയിട്ട് ഈടെ ചിഹ്നം. മലയിലാണ്. ലാ എഴുതിയിട്ട് എന്ന ചിഹ്നം ഇടണം അല്ലേ? അപ്പോഴല്ലേ മലയിലാന്നാവുള്ളൂ. നാ എഴുതിയിട്ട് ചന്ദ്രക്കല. മലയിലാണ്. എങ്ങനെ വായിക്കുക? വലിയ മരം മലയിലാണ്. അടുത്തത് നമ്മൾ എഴുതി പഠിക്കുന്ന വാചകം കടലില് വലിയ തിരയാണ്. കടലില്. ലാ എഴുതി ചന്ദ്രക്കല. കടലില്. കടലില് വലിയ. വലിയ തിരയാണ്. തീ എഴുതണം. താ എഴുതിയിട്ട് ഇടചിഹ്നം. യാണ്. യാ എഴുതിയിട്ട് ആന്റെ ചിഹ്നം ഇടണം അല്ലേ? നാ എഴുതിയിട്ട് ചന്ദ്രക്കല. നാ എഴുതുന്നു, ചന്ദ്രക്കല ഇടുന്നു. എങ്ങനെ വായിക്കും? കടലില് വലിയ തിരയാണ്. അടുത്ത് നമ്മൾ എഴുതുന്നത് ഇത് കണവ മീനാണ്. ഇത് എന്ന് എഴുതാണ്. ഇത്ത്. കണവ. കണവ മീനാണ്.
മീ മാ എഴുതിയിട്ട് ഈടെ ചിഹ്നം മീ നാ ണ്. ഇത് കണവ മീനാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന വാചകം ഈ താമര നീലയാണ്. ഈ എന്നെഴുതാണ് ആദ്യം. ഈ താമര താ മ ര താമര. ഈ താമര നീലയാണ്. നീ ല യാണ്. യാ ണ് ണ് നാ എഴുതിയിട്ട് ചന്ദ്രക്കല. നാ എഴുതിയിട്ട് ചന്ദ്രക്കല. അടുത്തത് 4 മാല തരണം എന്നാണ് എഴുതാൻ പോകുന്നത്. 4 മാല തരണം. നാ എഴുതി. നാ ല് 4. ഇനി മാല മാ ല മാല. 4 മാല തരണം. ത ര ണം തരണം. 4 മാല തരണം. എന്താ എഴുതിയത്? 4 മാല തരണം. അടുത്ത നമ്മൾ എഴുതാൻ പോകുന്ന വാചകം നീ ഈണം പാടണം. ആദ്യം നീ എന്ന് എഴുതുന്നത്. നീ എന്നതാണ് ആദ്യത്തെ വാക്ക്. നീ നീ ഈണം. ഈ എഴുതിയിട്ട് ഈടെ ചിഹ്നം. ഈ ണം ഈണം പാടണം. പാ എഴുതുന്നു. ആയുടെ ചിഹ്നമിട്ടു. പാ ട ണം നാ എഴുതിയിട്ട് അമ്മിന്റെ ചിഹ്നം. നീ ഈണം പാടണം. ഇനി നമ്മൾ എഴുതാൻ പോകുന്ന വാചകം ഈ ചക്ക പച്ചയാണ്. ആദ്യം ഈ എന്നാണ് എഴുതാൻ പോകുന്നത്. ഈ എഴുതിയിട്ട് ഈ എന്നാവാനായിട്ട് ഈ ചിഹ്നം കൂടി ഇട്ടു. ഈ ചക്ക ച എഴുതുന്നു. കായുടെ കൂട്ടക്ഷരവും എഴുതി. ചക്ക പച്ചയാണ് എന്നാണ് എഴുതാൻ പോകുന്നത്. പ ഛ ചായുടെ കൂട്ടക്ഷരം. പച്ച. യാ യാ ണ് ഈ ചക്ക പച്ചയാണ്. നാ എഴുതി ചന്ദ്രക്കല. ഈ ചക്ക പച്ചയാണ്. പാഠം 21 നമ്മൾ കുറച്ച് വാചകങ്ങളാണ് പഠിച്ചത്. നമുക്ക് വായിക്കാം. ആദ്യത്തെ വാചകം വാചകം വായിക്കാം. അടുത്തത് വലിയ പാറയാണിത്. വാക്കുകൾ കുറച്ച് നീളം കൂടുതലാണ്. അത് കാരണം കൊണ്ട് ശ്രദ്ധിച്ച് വായിക്കണം. വലിയ പാറയാണിത്. വലിയ മരം മലയിലാണ്. കടലില് വലിയ തിരയാണ്. ഇത് കണവ മീനാണ്. ഈ താമര നീലയാണ്. 4
മാല തരണം. ഈ ചക്ക പച്ചയാണ്. കടലയാണ് കച്ചവടം. ഇത്രയും വാചകങ്ങളാണ് നമ്മൾ പാഠം 21 പഠിച്ചത്. അവസാനത്തെ പാഠത്തിലെ 2ാമത്തെ പേജില് നമുക്ക് പാടാനായി 3 പാട്ടുകളാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് ആ പാട്ടുകളൊന്ന് പാടി നോക്കാം. പാടാം. അ അ അറയാണ്. ആ ആ ആലാണ്. ഇ ഇ ഇലയാണ്. ഈ ഈ ഈടാണ്. വീണ പാടി കച്ചട്ടത്തപ്പ. നീത പാടി കച്ചട്ടത്തപ്പ. ഒന്നുകൂടി വായിക്കാം. വീണ പാടി കച്ചട്ടത്തപ്പ. നീത പാടി കച്ചട്ടത്തപ്പ. അവസാനത്തെ പാട്ട് പാടാം. 4 കാലാണ ആന. ആന വലിയതാണ്. 6 കാലാണ ഈച്ച. ഈച്ച പീക്കിരിയാണ്. ഒന്നുകൂടി വായിക്കാം. 4 കാലാണ ആന. ആന വലിയതാണ്. 6 കാലാണ ഈച്ച. ഈച്ച പിക്കിരിയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠത്തില് പഠിച്ചത്. ഇന്നത്തെ കേട്ടെഴുത്തിൽ നമ്മൾ കുറച്ച് വാചകങ്ങളാണ് എഴുതാൻ പോകുന്നത്. എഴുതിക്കോളൂ. ആദ്യത്തെ വാചകം കിണറിന് വല ഇടണം. കിണറിന് വല ഇടണം. 2ാമത്തെ വാചകം മീനിന് വലിയ വിലയാണ്. മീനിന് വലിയ വിലയാണ്. 3ാമത്തെ വാചകം ഇവ കയറാണ്. ഇവ കയറാണ്. 4ാമത്തെ വാചകം കടല് നീലയാണ്. കടല് നീലയാണ്. 5ാമത്തെ വാചകം കായലില് പായലാണ്. കായലില് പായലാണ്. 6ാമത്തെ വാചകം 1000 താരം കാണാം. 1000 താരം കാണാം. 6ാമത്തെ വാചകം ഈച്ചയാണ് പാറിയത്ത്. ഈച്ചയാണ് പാറിയത്ത്. 8ാമത്തെ വാചകം കീറിയ പായയാണ്. കീറിയ പായയാണ്. 9ാമത്തെ വാചകം ഇത് വലിയ ഇരയാണ്. 9ാമത്തെ വാചകം ഇത് വലിയ ഇരയാണ്. 10ാമത്തെ വാചകം വാച്ചാണ് കച്ചവടം. വാച്ചാണ് കച്ചവടം. വായിച്ച് പരിശീലിക്കാനുള്ള വാചകങ്ങളൊക്കെ നന്നായി വായിച്ചല്ലോ. ഈ വാചകങ്ങൾ വായിച്ചതും ഇന്ന് എഴുതി പഠിച്ചതും നമ്മുടെ കേട്ടെഴുത്തിൽ എഴുതിയതുമെല്ലാം ടീച്ചർക്ക് ഇന്ന് തന്നെ അയച്ചു തരണം. ഈ പാഠത്തോടു കൂടെ നമ്മൾ മലയാള പഠനത്തിൻ്റെ ആദ്യ ഭാഗം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.